നമസ്തേ, ഞാൻ ലളിതാംബിക 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അഭിമന്യരായ ഗുരുജനങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജൂൺ 19, അതായത് ഞായറാഴ്ച, കേരളമൊട്ടാകെ വായനാ ദിനമായി ആഘോഷിച്ചു വന്നു. നമ്മുടെ സംസ്ഥാനത്ത് വായനയുടെ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 1909 മാർച്ച് 1 ജനിച്ച അദ്ദേഹം 1995 ജൂൺ 19 മരണപ്പെട്ടത്. സാക്ഷര കേരളം സുന്ദര കേരളം എന്ന ആശയത്തിലൂന്നി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ ശ്രീ PN പണിക്കർ വായിച്ചു വളരുവാനും ചിന്തിച്ചു വിവേകം നേടുവാനും നമ്മെ ഉദ്ബോധിപ്പിച്ചു. അറിവ് നേടുന്നതിൽ വായനയുടെ പങ്കിനെ പറ്റി മഹാത്മാക്കൾ പലരും മലയാളികളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ പ്രസിദ്ധമായ ഈ വരികളിലൂടെ വായനാശീലമില്ലാത്തവരെ നർമ്മത്തിലൂടെ പരിഹസിക്കുകയാണല്ലോ. വായനയുടെ മഹത്വം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവർ വളരെ കുറവാണ്, പ്രത്യേകിച്ചും ഈ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക്. TV, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്സ് തുടങ്ങിയ നവമാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം കാരണം കുട്ടികളിലെ വായനാശീലം കുറയുകയും ഒരു പരിധിവരെ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പുസ്തകങ്ങൾ? അനേകം തലമുറകളിൽപ്പെട്ട അനവധി പണ്ഡിതന്മാരും ചിന്തകന്മാരും സമാർജിച്ച വിജ്ഞാനധരം ഭദ്രമായി സംഭരിച്ചു വെച്ചിട്ടുള്ള അമൂല്യ നിധികളാണ് പുസ്തകങ്ങൾ. വായിക്കുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുസ്തകവും കൂട്ടുകാരും ഒരുപോലെയാണ്. നമ്മൾ അറിയാതെ നമ്മെ നന്നാക്കാനും ചീത്തയാക്കാനും രണ്ടു കൂട്ടർക്കും കഴിയും. വടിയെടുക്കാതെയും കണ്ണുരുട്ടാതെയും ക്ഷമയോടുകൂടി മനുഷ്യരെ പഠിപ്പിക്കുന്ന ഉത്തമ ഗുരുഭൂതന്മാരാണ് പുസ്തകങ്ങൾ. ഉത്തമ ഗ്രന്ഥങ്ങൾ അടങ്ങിയ ഗ്രന്ഥശാല ഒരു സർവകലാശാലയ്ക്കു തന്നെ തുല്യമാണ്. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ വായിക്കുന്നതിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ വായിക്കുകയല്ല, വഴിയെ വായിക്കുകയാണ് ചെയ്യേണ്ടത്. വായനയിൽ കൂടിയേ അറിവ് ലഭിക്കൂ. ആചാര്യാൽ പാദമാദത്തൗ പാദം ശിഷ്യസമേതയ പാദം സബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണതു. അറിവ് നേടുന്നതിൽ കാൽഭാഗം ആചാര്യനിൽ നിന്നും അല്ലെങ്കിൽ ഗുരുവിൽ നിന്നും, കാൽഭാഗം സ്വന്തം ബുദ്ധിയിൽ നിന്നും, കാൽഭാഗം കൂട്ടുകാരിൽ നിന്നും, കാൽഭാഗം കാലക്രമേണയും ആർജിക്കേണ്ടതാണ്. അറിവിനെ പറ്റി ഭഗവത്ഗീത പറയുന്നത് ഇങ്ങനെയാണ്: നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റാൻ അറിവിനു പകരം മറ്റൊരു ഉപായമില്ല. പുസ്തകത്തെ പറ്റിയുള്ള പുസ്തകം മനുഷ്യർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തട്ടെ. വായിപ്പോർ കരുളുന്ന അനേക വിധമാം വിജ്ഞാനം, ഏതെങ്കിലും ചോദിപ്പോർക്ക് ഉചിതോത്തരങ്ങൾ അരുളി തീർക്കുന്നു സന്ദേഹവും. വാദിപ്പോർ കുതകുന്ന യുക്തി പലതും ചൂണ്ടിക്കൊടുക്കും, വൃഥാ ഖേദിപ്പോർ കരുളുന്നു സ്വാന്തന വചസ് ഉത്കൃഷ്ടമാം പുസ്തകം. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ നമുക്ക് വായിച്ചു തന്നെ വളരാം, വായിച്ചു തന്നെ വിളയാം. നന്ദി, നമസ്കാരം.